ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് അതിരൂക്ഷമായിട്ടുള്ള പാചകവാതകത്തിനും അതുപോലെ തന്നെ പെട്രോൾ ഡീസലിനും കടുത്ത വിലക്കയറ്റമാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്നത്. 3 മാസത്തിനിടയിൽ 89 രൂപ വില കൂടിയിരിക്കുകയാണ്. 60 രൂപ 2 മാസം മുമ്പും ഇപ്പോൾ 29 രൂപയും. ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടം പൂട്ടി പോയിരിക്കുക. അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്ന് ഗവൺമെൻറ് ആലോചിക്കേണ്ടതുണ്ട്. പാചകവാതകത്തിന് 922 രൂപയാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്. അത് വാങ്ങാൻ കെൽപ്പില്ലാത്തവരാണ് ഇടത്തരം കുടുംബങ്ങൾ. അതുകൊണ്ട് അതിരൂക്ഷമായ വിലക്കയറ്റം പിൻവലിക്കണമെന്ന് അതിശക്തമായി മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ്. ഗംഭീരമായിട്ടുള്ള സമരം ഇന്ന് എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. ജനങ്ങളെല്ലാം ഈ സമരത്തെ പിന്തുണക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഈ സമരം തുടരും വില കുറയ്ക്കുന്നത് വരെ. അതായത് KSRTC-യിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര KSRTC-യിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്നാണ് പറഞ്ഞത് ഇലക്ഷന് മുമ്പ് നടപ്പിലാക്കാൻ കഴിയാത്ത മുദ്രാവാക്യങ്ങൾ പറയുന്നത് കഴിയുമെങ്കിൽ ഏറ്റവും സന്തോഷമാണ്. സ്ത്രീകൾക്കാകെ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചാൽ അതിനെ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യും. പക്ഷേ ഇലക്ഷന് സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി KSRTC-യിൽ സമ്പൂർണ്ണമായി സൗജന്യ യാത്ര എന്ന് പറയുകയും ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിലേറി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓർഡിനറിയിലേ കയറാൻ പാടുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശരിയായ രീതിയല്ല. ഓർഡിനറിയിൽ തന്നെ വേറെ എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് അത് ശരിയല്ല. ഇലക്ഷന് മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീകൾക്കും KSRTC-യിൽ സൗജന്യ യാത്ര അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ LDF സാധാരണ അതിൻ്റെ മാനിഫെസ്റ്റോവിൽ ഒരു മുദ്രാവാക്യം വെക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്. അത് വെറുതെ ഭംഗി വാക്ക് പറയുന്നതല്ല, നടപ്പിലാക്കാൻ കഴിയുന്നതേ പറയാറുള്ളൂ. പറഞ്ഞാൽ അത് നടപ്പിലാക്കും എന്നുള്ളത്. എന്തിനാണ് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ പറയുന്നത്? അപ്പോൾ ഇതെല്ലാം കണ്ട് കേരളത്തിലെ സ്ത്രീകൾ വിചാരിച്ചു ഇവർ വന്നാൽ KSRTC-യിൽ മുഴുവൻ നമുക്ക് യാത്ര ചെയ്യാം. എന്ത് സ്വപ്നമായിരുന്നു സ്ത്രീകളുടെ. അപ്പോൾ ഇപ്പോൾ പറയുന്ന ഓർഡിനറിയിൽ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന്. അതൊരു ശരിയായ സമീപനമല്ല. അത് പുനഃപരിശോധിക്കണം. ഇലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കേരളത്തിൽ ചിലർ കടുത്ത പൊളിറ്റിക്സ് ഉള്ളവരുണ്ട്. അവരെന്ത് പറഞ്ഞാലും കോൺഗ്രസ്സിന് ചെയ്യുന്നവർ കോൺഗ്രസ്സിന്, LDF-ന് ചെയ്യുന്നവർ LDF-ന്. എന്നാൽ ചെറിയൊരു വിഭാഗം പ്രതീക്ഷയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും. ഇവർ വന്നാൽ ഈ ആനുകൂല്യം കിട്ടും എന്നൊക്കെ കരുതി വോട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതൊരു പ്രതീക്ഷയാണ്. മുഖ്യമന്ത്രി അതെ, LDF സർക്കാരിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ നിയമിച്ചിട്ടില്ല, ഓർഡർ കൊടുത്തിരുന്നില്ല. നിയമിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അത് വലിയ പ്രശ്നമായി. എന്നിട്ട് മന്ത്രി ആ സ്ഥാനം ഉപേക്ഷിക്കുക പോലും ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ശരിക്കും വളരെ ഗുരുതരമായ കുറ്റം. ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ ഞാനൊന്നും പറയണ്ട. ആരോ ചോദിച്ചിരുന്നു നിങ്ങളൊക്കെ. അപ്പോൾ അതൊരു വസ്തുത. ഓർഡർ ഇറങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ് ചെയ്തത്. ബാക്കി ആലോചിക്കേണ്ടത് അവരാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ED സമൻസ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ അല്ല, ED മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഈ എൻഫോഴ്സ്മെൻറ്റ് മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പോൾ അതെ, അതൊരു ശീലമായി. ഇപ്പോൾ ഇവർ 10 വർഷത്തെ ശീലമാണല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ മകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലുടനീളം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഉപയോഗപ്പെടുത്തുന്നത്? ഇപ്പോൾ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി, അദ്ദേഹം തൃണമൂലിലുള്ള സമയത്ത് അദ്ദേഹത്തിന് ED പിന്തുടർന്നിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിരുന്നു. അദ്ദേഹം വേഗം കൂറുമാറി BJP ചേർന്നപ്പോൾ ED-യും ഇല്ല, കേന്ദ്ര ഏജൻസികളും ഇല്ല. ഇത് ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അതിനു വേണ്ടി ആയിരിക്കും ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ കേരളത്തിലിപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ K. രാധാകൃഷ്ണൻ MP അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ സമൻസ് വരട്ടെ, അത് അവർ അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോൾ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് തെറ്റായിപ്പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ലേ സത്യത്തിൽ? തീർച്ചയായിട്ടും. അത് മകൾ ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി മറ്റ് കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കാൻ കുറേ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്.
അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയറാക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ.